എമ്പുരാൻ സിനിമയുടെ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ടീം ഇപ്പോൾ നേരത്തെ തന്നെ സിനിമയുടെ പ്രൊമോഷനൊക്കെ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി കേരളത്തിലെ തിയേറ്റർ ചാർട്ടിംഗ് ഒക്കെ ഭയങ്കരമായിട്ടാണ് നടക്കുന്നത്. കോട്ടയത്ത് സെൻട്രൽ പിക്ചേഴ്സിൻ്റെ കീഴിലുള്ള 4 തിയേറ്ററുകൾ ഇപ്പോൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, ആനന്ദ്, അനശ്വര, ആശ തിയേറ്ററൊക്കെയാണ് ഇപ്പോൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ അനുപമ തിയേറ്റർ ചാർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. പയ്യന്നൂരും അതുപോലെ കണ്ണൂർ സിറ്റിയിലെ എല്ലാ തിയേറ്ററുകളും സ്ക്രീനുകളും എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി ചാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി എമ്പുരാൻ സിനിമയുടെ സ്ക്രീൻ കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ 550 മുതൽ 600 സ്ക്രീനുകൾ വരെ നിലവിൽ എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് ട്രാക്കേഴ്സൊക്കെ പറയുന്നത്. എന്തായാലും കേരളത്തിലെ ഏറെക്കുറെ വമ്പൻ തിയേറ്ററുകളൊക്കെ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചില തിയേറ്ററുകൾ നമുക്ക് നോക്കാം. കവിത, അപ്സര, ഏരിയസ് പ്ലക്സ്, രാധ, രാഗം, ഗയാം, രേവതി, പങ്കജ്, കൈരളി തുടങ്ങിയ വമ്പൻ തിയേറ്ററുകൾ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി ചാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി കേരളത്തിൽ ആദ്യ ദിവസം FTFS ടൈം പുലർച്ചെ 5 മണിക്കാണ് കേരളത്തിലെ തിയേറ്റർ ഓണേഴ്സൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. മിക്കവാറും എമ്പുരാൻ സിനിമയുടെ FTFS പുലർച്ചെ 4 മണിക്കോ 5 മണിക്കോ സ്റ്റാർട്ട് ചെയ്യും. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ലിയോ സിനിമയുടെ കേരള FT കളക്ഷൻ എമ്പുരാൻ സിനിമ മറികടക്കുമോ ഇല്ലയോ എന്നാണ്. സാധ്യത ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ലിയോ സിനിമ എങ്ങനെയാണ് കേരളത്തിൽ വമ്പൻ FT കളക്ഷൻ നേടിയതെന്ന് ചോദിച്ചാൽ, മാസ്റ്റർ എന്ന സിനിമയ്ക്ക് ശേഷം വിജയും ലോകേഷും ഒന്നിക്കുന്ന സിനിമ, ലോകേഷിൻ്റെ LCയുടെ ഭാഗമാവുന്ന സിനിമ, ഈ 2 കാരണങ്ങൾ കൊണ്ട് ലിയോ സിനിമയുടെ ഹൈപ്പ് ഭീകരമായിരുന്നു. പിന്നെ തമിഴ്നാട്ടിലൊക്കെ പുലർച്ചയ്ക്കൊന്നും ഷോസ് ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ തമിഴ് ഓഡിയൻസൊക്കെ ഇവിടെ വന്നിട്ടാണ് ലിയോ സിനിമയുടെ FTFS കണ്ടത്. അതും ലിയോ സിനിമയുടെ FT കളക്ഷൻ കൂടാനൊരു കാരണമാണ്. ലിയോൻ്റെ കേരള FT 12 കോടിയാണ്. ഈ ഒരു റെക്കോർഡ് എമ്പുരാൻ സിനിമ ഭേദിക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഒടിയൻ സിനിമയാണ്. ലാലേട്ടൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന സിനിമയാണ് ഒടിയൻ. ഒരു ഹർത്താൽ ദിവസമായിട്ട് പോലും കേരളത്തിൽ നിന്നും 7 കോടിയോളം രൂപ സിനിമ കളക്ഷൻ നേടി. ഒടിയൻ്റെ ഹൈപ്പ് കാരണമാണ് ആദ്യ ദിനം നെഗറ്റീവ് റിവ്യൂ വന്നിട്ടും ഒടിയൻ സിനിമ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത്. ഒടിയനെ പോലെ തന്നെ അല്ലെങ്കിൽ ഒടിയനേക്കാളും ഹൈപ്പ് എമ്പുരാൻ സിനിമയ്ക്കുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജ് അത്ര ചെറിയ സിനിമയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞാലും ലൂസിഫർ ഉണ്ടാക്കിയൊരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ആ ഒരു സിനിമയുടെ 2ാം ഭാഗം വരുമ്പോൾ ആ ലൂസിഫറിനേക്കാളും മുകളിൽ വരുന്നൊരു ചിത്രം തന്നെ ആയിരിക്കും പൃഥ്വിരാജ് ഒരുക്കുക എന്നുള്ളൊരു ഹൈപ്പ് സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിലുണ്ടാവും. അത് ബീറ്റ് ചെയ്യാൻ എമ്പുരാൻ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജിന് കഴിയുകയാണെങ്കിൽ സിനിമയ്ക്ക് എന്തായാലും ആദ്യ ദിനം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. അങ്ങനെ ആദ്യ ദിനം എമ്പുരാൻ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ ഡബിൾ ഡിജിറ്റ് കളക്ഷൻ കേരളത്തിലെ സിനിമയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ലിയോൻ്റെ FT കളക്ഷൻ ബ്രേക്ക് ചെയ്യാനും പറ്റും. ഇതൊക്കെ നമ്മളെ പ്രതീക്ഷകളാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും എമ്പുരാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.